ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പിന് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. വെള്ളത്തിന് ചൂട് കൂടി പോയത് ഇളം ചൂടേ പാടുള്ളൂ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ കുഴക്കില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ സാധാ ഈസ്റ്റ് എടുത്താൽ മതി. പക്ഷേ അത് പൊങ്ങിയതിന് ശേഷം വേണം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കിയിട്ട് അതുപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഈ കാലാവസ്ഥയിൽ പൊങ്ങി വരാനായിട്ട്. അപ്പോൾ നമുക്കത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബാക്കി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു മീഡിയം വലുപ്പമുള്ള 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ്ങാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിന് പകരം വേണമെങ്കിൽ കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള വേറെ ഫില്ലിങ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ട 2 പീസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 4 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല നന്നായിട്ട് ഇതിലൊന്ന് കവറായിട്ട് 1 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അത്രയും വേണ്ട, ഒരുപാട് നേരം വെക്കണ്ട. ജസ്റ്റ് മസാല മുട്ടയിലൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ട് മാവൊന്ന് കുഴയ്ക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ 1.5 മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ. എന്താ വെച്ചാൽ 1.5 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്കത് പൊങ്ങി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാൻ മാവിനെ 8 പീസാക്കിയിട്ട് എന്താ പറയുക റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് ഞാനിതേ പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ വട്ടം പരത്തില്ലേ, അത്രയും പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ മസാല വെക്കുമ്പോൾ എല്ലായിടെയും ആ ഒരു സോസും ഇതൊക്കെ ആവുന്ന മാതിരി ഒന്ന് തേച്ച് കൊടുക്കണം. എന്നാലേ നല്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും ഇതൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കിയിട്ട് നന്നായിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേവുന്ന സമയത്ത് അത് തുറന്ന് വരും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവിപാത്രത്തിൽ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം അതിൻ്റെ മേലെ വേണം വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ സംഗതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മയണൈസ് സെർവ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി മാതിരിയായിരിക്കുക ഇതിൻ്റെ മാവ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.